നമ്മൾ ദിവസവും റോഡിൽ കാണുന്ന ഒരു വാഹനമാണ് സ്കൂൾ ബസ്. പക്ഷേ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ലോകത്തിലെ ഭൂരിഭാഗം സ്കൂൾ ബസ്സുകളും എന്തുകൊണ്ടാണ് മഞ്ഞ നിറത്തിൽ തന്നെ കാണപ്പെടുന്നത്? ചുവപ്പോ നീലയോ വെളുപ്പോ അല്ലാതെ എന്തുകൊണ്ട് മഞ്ഞ നിറം? ഇത് വെറും ഒരു നിറത്തിൻ്റെ കാര്യമല്ല, കുട്ടികളുടെ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ കാരണമാണ് ഇതിന് പിന്നിൽ. ആദ്യകാലങ്ങളിൽ സ്കൂൾ ബസ്സുകൾക്ക് ഒരേ നിറമൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോ സ്ഥലത്തും ഓരോ നിറം ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് ഒരു വലിയ പ്രശ്നമുണ്ടായി. റോഡിൽ വേഗത്തിൽ പോകുന്ന വാഹനങ്ങൾക്കിടയിൽ സ്കൂൾ ബസ് എളുപ്പത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ലായിരുന്നു. അതുകൊണ്ട് അപകടങ്ങളും വർദ്ധിച്ചു. അതിനുശേഷം 1930കളിൽ അമേരിക്കയിൽ ഒരു വലിയ പഠനം നടന്നു. മനുഷ്യരുടെ കണ്ണ് ഏറ്റവും വേഗത്തിൽ ശ്രദ്ധിക്കുന്ന നിറം ഏതാണ് എന്ന് പരിശോധിച്ചു. അവസാനം അവർ കണ്ടെത്തിയത് കറുപ്പിനും വെളുപ്പിനും ശേഷം ദൂരത്തുനിന്ന് പോലും ഏറ്റവും വ്യക്തമായി കാണാൻ കഴിയുന്ന നിറം മഞ്ഞയാണെന്നായിരുന്നു. പ്രത്യേകിച്ച് മഴയിലും മൂടൽമഞ്ഞിലും വൈകുന്നേരങ്ങളിലും പോലും മഞ്ഞ നിറം വളരെ വേഗത്തിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റും. അതുകൊണ്ടാണ് സ്കൂൾ ബസ്സുകൾക്ക് പ്രത്യേകമായി ഒരു നിറം തിരഞ്ഞെടുത്തത്. ആ നിറത്തിന് പിന്നീടൊരു ഔദ്യോഗിക പേരും ലഭിച്ചു: നാഷണൽ സ്കൂൾ ബസ് ഗ്ലോസി യെല്ലോ. അതായത് കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനമാണെന്ന് ദൂരത്തുനിന്ന് തന്നെ ആളുകൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രത്യേക മഞ്ഞ നിറം. ഇതിന് മറ്റൊരു വലിയ കാരണവും ഉണ്ടായിരുന്നു: മനുഷ്യൻ്റെ പെരിഫറൽ വിഷൻ അഥവാ കണ്ണിൻ്റെ സൈഡ് ഭാഗം ഉപയോഗിച്ചും മഞ്ഞ നിറം വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. അതായത് നിങ്ങൾ നേരെ നോക്കാതിരുന്നാലും മഞ്ഞ നിറം നിങ്ങളുടെ കണ്ണിൽ പെടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഡ്രൈവർമാർ വളരെ വേഗത്തിൽ സ്കൂൾ ബസ് ശ്രദ്ധിക്കും. അതിനാലാണ് പല രാജ്യങ്ങളും പിന്നീട് ഈ നിറം തന്നെ സ്വീകരിച്ചത്. ഇന്ന് നമ്മൾ കാണുന്ന സ്കൂൾ ബസ്സുകളുടെ മഞ്ഞ നിറം ഒരു ഡിസൈൻ ട്രെൻഡല്ല, അത് ആയിരക്കണക്കിന് കുട്ടികളുടെ സുരക്ഷയ്ക്കായി ശാസ്ത്രം തിരഞ്ഞെടുത്ത നിറമാണ്. അതിനാൽ അടുത്ത തവണ റോഡിൽ ഒരു സ്കൂൾ ബസ് കാണുമ്പോൾ അതൊരു സാധാരണ മഞ്ഞ വാഹനമല്ലെന്ന് ഓർക്കുക. കുട്ടികളെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ ലോകം തിരഞ്ഞെടുത്ത നിറമാണത്.